അളിയാ ഫോൺ അടിക്കും. താങ്ക് യു. കമ്പനിന്നാണല്ലോ. ഹലോ. ഇല്ല സാർ, എന്തായിരുന്നു? ഇല്ല, പ്രത്യേകിച്ചൊന്നും അറിഞ്ഞില്ല സാർ. എന്താ പ്രശ്നം ഉണ്ടായത്? അയ്യോ, ഇതൊന്നും അറിഞ്ഞില്ല. ഇപ്പൊ എന്താ നെക്സ്റ്റ്? കമ്പനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ആ ആ ഇക്ക കാര്യങ്ങൾ അറിഞ്ഞായിരുന്നാ? ആ ഇല്ല, കൂടുതൽ എന്തെങ്കിലും ഇക്കയ്ക്ക് അറിയാമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചേ. ആ ഇക്ക എന്തേലും അറിയണോ എന്നെ കൂടെ വിളിച്ച് പറയണേ. ഓക്കെ. ഇതുമാണ് നിന്റെ പ്രശ്നം. ഇവിടുത്തെ മനുഷ്യനെ സമാധാനം നിൽക്കാൻ സമ്മതിക്കത്തില്ലേ? ഒറ്റ ഓണം തന്നു കഴിഞ്ഞാണല്ലോ. ഞാൻ ചുമ്മാ ജസ്റ്റ് തമാശക്ക് തമാശ നിർത്തി തരും. ചുമ്മാ ഒരു കാര്യമില്ലാതെ ഞാൻ ഇവിടെ നിൽക്കുമ്പോ എന്റെ കയ്യിൽ വന്ന് അടിക്കുക. അടിക്കണോ നീ? എടാ ഈ പാവ നിനക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടടാ. എന്നിട്ട് നീ ആളെ ഇങ്ങനെ കാണിക്കുന്നേ? ഞാൻ വല്ലതും വിളിച്ചാൻ പറയാം. ഞാൻ തല്ലിയൊന്നുമില്ല. ഞാൻ ഇവിടെ നിന്നപ്പോ ചുമ്മാ തമാശക്കൊന്നും തോണ്ടതേ ഉള്ളൂ. എന്തുവാണ് എന്റെ പ്രശ്നം? പറ, എന്തോ നിന്റെ പ്രശ്നം പറ. ചേച്ചി ഞാനെടുത്താ കയറ് പൊട്ടിക്കുന്നതാ? ആരാണ് കയറ് പൊട്ടിക്കുന്നത്? നീ എന്താ മൂക്കേറിട്ട് വെച്ചേക്കോണോ പൊട്ടിക്കാൻ വേണ്ടിട്ട്? ഇനി ഇതുപോലത്തെ തമാശ എങ്ങനെ എടുത്തോണ്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാ അളിയനാണ് ഭാര്യയുടെ അനിയനാണെന്ന് ഞാൻ നോക്കത്തില്ല. എടുത്ത് ഭിത്തി കയറ്റി കളയും. ചേച്ചി അളിയനിത് എന്താ പറ്റിയതാ? നീ അവനെന്തെങ്കിലും ചെയ്തു കാണും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ട് പോയത്. ഓ തന്നെ, ഞാൻ എടുത്ത് ഭിത്തി കയറ്റി. ഞാൻ വല്ലതും വിളിച്ചാൻ പറയും. ചേച്ചി ചേച്ചി അളിയനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പിന്നെന്താ ഇതിങ്ങനെ? ചേച്ചി ഇതുവരെ ഇല്ലാത്തൊരു മാനസിക വിഭ്രാന്തി. കൊച്ചു പറഞ്ഞാലും കാര്യമുണ്ട്. എന്തോ ഒരു പ്രശ്നം ഉണ്ട് അളിയൻ. ചേച്ചി സൈക്കോസിന്റെ ഏതോ ഒരു ഭാവമാണ്. ഓ ചാടുന്നു. നീ 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 ഒറ്റ ഒരച്ചനാണ് എല്ലാത്തിനും കാരണം. സൈക്കോസിന്റെ ഏതോ ഒരു ഭാവമാണല്ലേ? എന്തോ കുഴപ്പമില്ല ഏട്ടാ. സിധു, നേരത്തെ കേശു പറഞ്ഞു ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട. അവന് പണ്ടേ പരിസരബോധമില്ല, അതുകൊണ്ട് അതങ്ങ് വിട്ടു കളഞ്ഞേരെ. എന്തുവാടി ഉണ്ടാക്കി വെച്ചേക്കുന്നേ? ചായ. ചായക്കകത്ത് എന്തോ ഒരു മധുരമാ. പായസത്തിൽ കാണത്തില്ലല്ലോ ഇത്ര മധുരം.
അതിന് ഞാൻ അതിന് മാത്രം പഞ്ചസാര ഒന്നും ഇട്ടില്ല, ഇച്ചിരി ഇട്ടോളൂ. അത് ശരി, അപ്പൊ എനിക്ക് തോന്നിയതാണെന്നാണോ പറയണേ? തോന്നിയതാണെന്നാണോ പറയുന്നേ? എന്ത് പണിയാ സിദ്ധു കാണിക്കുന്നേ? ആ ചായ ഗ്ലാസോട്ട് എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കണ എന്തിനാ? എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും. നിനക്ക് എന്താ പ്രശ്നം? എന്താ ഇവിടെ പ്രശ്നം? എന്താ ഇവിടെ പ്രശ്നം? ഒരു ഒച്ച ഉണ്ടാക്കി കഴിയുമ്പോ വീട്ടിലുള്ള എല്ലാരും കൂടെ ഓടി വരുവാ. ഒച്ച ഉണ്ടാക്കുമ്പോ എന്താണ് ഒച്ച ഉണ്ടാക്കുമ്പോ അല്ലാതെ ഒച്ച കഴിയുമ്പോ പ്രശ്നം എന്ന് പറഞ്ഞ് വരാൻ പറ്റും. ചേച്ചി എന്താ പ്രശ്നം? ചായ കൊടുത്തപ്പോ ഇച്ചിരി പഞ്ചസാര കൂടിപ്പോയി. അതിന്റെ പേരിലതേ ആ ഗ്ലാസോടെ ചായ കൊടുത്ത ഒറ്റ ഏറ്, അതും പൊട്ടി. പഞ്ചാര കൂടിയതാ. അതിന് അളിയനും പഞ്ചാര പിടിച്ച് കൂടുതലല്ലേ, അതുകൊണ്ടായിരിക്കും. നീയാണോ എന്റെ പഞ്ചാരയുടെ അളവ് തീരുമാനിക്കുന്നത്? നീയാണോ തീരുമാനിക്കണേ? ചായ കൊടുക്കുമ്പോ പഞ്ചാര സൂക്ഷ്യം കണ്ടൊക്കെ ഇട്ടിട്ട് കൊടുക്കണ്ടേ? വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അടുത്താണ് ചായ കൊടുക്കുമ്പോ വിത്തോട്ട് കൊടുന്നിട്ട് പഞ്ചാര കൈ കൊടു, വേണമെങ്കിൽ കലക്കട്ട്. നീ കളിയാക്കുവാ? എന്താ പ്രശ്നം? കളിയാക്കിയതാ നീ? സിദ്ധു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ഇങ്ങനെ ചൂടാവാൻ എന്താണ് കാരണം? പിന്നെ എല്ലാരും കൂടെ വന്ന് തല നിന്ന് കഴിഞ്ഞാൽ ദേഷ്യം വരത്തില്ലേ? പിന്നെ നമുക്ക് തലയില്ലല്ലോ പണി. ഇതോടെ കിഴങ്ങേ പറഞ്ഞ നീ കിഴങ്ങ്, നീ ഇപ്പൊ എന്തോ പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ എന്തെങ്കിലും ഒരു അക്ഷരം എന്റെ അടുത്തൊന്ന് പറഞ്ഞു. വെറുതെ അളയന്റെ കയ്യിലിരിക്കുന്ന മൊത്തം മേടിക്കണം. നിനക്ക് ഞാൻ ആരാന്ന് അറിഞ്ഞൂടാ. ചേച്ചിക്കും എന്തത്? ചേച്ചിയല്ലേ നേരത്തെ പറഞ്ഞത് ഞാൻ കാരണമാണ് താങ്കളുടെ ഭർത്താവിന് ദേഷ്യം വന്നിന്ന്. അത് ഞാൻ അങ്ങനെ വിചാരിച്ചേ, പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലായി അതൊന്നും അല്ല കാരണം. ഇതിന് വേറെ എന്തോ കാര്യമുണ്ട്. വേറെന്തോ കാര്യമല്ല, വേറെന്തോ വലിയ എന്തോ കാര്യമുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ ദേഷ്യപ്പെട്ടാ ശരിയാവൂലല്ലോ. ക്ലാസും പൊട്ടി, ഞാൻ അമ്മൂമ്മയുടെ വലിയ മൊത്തം കേൾക്കണം. സ്വാഭാവികം. നീ പോയി ചോദിക്കടാ. ഇങ്ങോട്ട് പോയി ചോയി ചേച്ചി. ഞാൻ പോയി ചോദിച്ചിട്ടാണ് അളി എന്റെ മണ്ട അടിച്ചിരിക്കണേ. ഓഹോ, അപ്പൊ എന്നെ മണ്ടടിച്ച് പൊട്ടിച്ചോട്ടേന്ന്? അങ്ങനല്ല ചേച്ചി, ചേച്ചിയല്ലേ അളിയനെ കിട്ടിയത്. അളിയല്ലേ ചേച്ചിയെ കിട്ടിയത്, അല്ലാതെ ഞാനല്ലല്ലോ. എടാ എന്നാലും നിന്റെ ചങ്കല്ലേടാ സിദ്ധു അളിയൻ. അപ്പൊ സിദ്ധു അളിയൻ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്ക് നീ വേണ്ടേ അത് സോൾവ് ചെയ്ത് കൊടുക്കാൻ? ഞാനിപ്പോ ഇത് സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്റെ ചങ്കടിച്ച് അളിയൻ കലക്കും. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. പിന്നെ വൈഫാണല്ലോ, ആണല്ലോ. പക്ഷെ അത് ചില സമയത്ത് അവനത് മൈൻഡ് ചെയ്യാറില്ല. അത് കുഴപ്പമില്ല, എനിക്ക് വിഷയമില്ലല്ലോ. അത് ചേച്ചി വിഷയമാക്കണ്ട. ചേച്ചി ചെല്ലുക, സംസാരിക്കുക, അളിയന് വലിയ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിൽക്കൂ. പിന്നെ കല്ലുവലിക്കില്ലേ? അതെ, എന്തേലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അലറിയാൽ മതി, ഞാൻ ഓടിക്കോളാം. കേട്ടോ, നീ മൂന്ന് എനിക്ക് അറിയാടാ. ഞാൻ തള്ളിടാൻ വന്നില്ലല്ലോ. ഹായ്, എന്തെടുക്ക? ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സിദ്ധുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് ഒരു കുഴപ്പമില്ല. കുറച്ച് മനസമാധാനം കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്, അത് തരൂ. അതിന് വേണ്ടിയിട്ടാണ്. ഈ മനസമാധാനം പോവാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവൂല. കാരണം ഒരു കാരണവുമില്ല, ഒരു കാരണമില്ലെന്നേ. നോക്കണേ, ഒന്നുമില്ല. അതെ സിദ്ധു, കനകേന്റെയും പാറുവും കേശു ഒക്കെ പറയുന്നു നീ എല്ലാരോടും ഭയങ്കരമായിട്ട് ചൂടാവണം. അതിനെന്റെ ചൂട് അളക്കാൻ വേണ്ടി വന്നതാ. അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാലോ. ഇനിയിപ്പോ നീ ഞാനായിട്ട് വല്ല പ്രശ്നമാണെങ്കിലോ, അല്ലെങ്കിൽ കേശുവായിട്ട് എന്തെങ്കിലും അലമ്പുണ്ടെങ്കിലോ, അല്ലെങ്കിൽ പാറുമായിട്ട് എന്തെങ്കിലും അലമ്പ്. രണ്ടുപേരും കൂടെ എന്നെ നിരീക്ഷിക്കാൻ വന്നതാ. ഞാനിവിടെ അലമാര ഇങ്ങനെ മറ്റേ നിനക്കൊന്നും ഒരു പണിയില്ലടാ വേറെ, നിരീക്ഷിക്കാൻ വന്നേക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന്. ഒന്നും കിട്ടിയില്ല.
ലച്ചു എന്തെങ്കിലും പറഞ്ഞു കാണും. ഇല്ലാതെ സിദ്ധു അങ്ങനെ ദേഷ്യപ്പെടത്തില്ല. അവനൊരു പാവന്നേ. അതാണ് ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നത്. അത് ശരി. ഇനിയിപ്പൊ എല്ലാരും കൂടെ പറ അവൻ ദേഷ്യപ്പെടാനുള്ള കാരണം ഞാനാണെന്ന്. എനിക്കിപ്പോ സിദ്ധോളന്റെ അടുത്തോട്ട് പോവാനേ ഭയങ്കര പേടിയാ. ഞാൻ ഒരു പടം വരച്ചിട്ട് സിദ്ധോളനെ കൊണ്ട് കാണിച്ചു. അപ്പൊ സിദ്ധോളൻ ദേഷ്യപ്പെട്ടിട്ട് എന്റെ അടുത്ത് ചോദിക്കുക, നിനക്ക് പടം വരയ്ക്കുന്നല്ലാതെ വേറെ ജോലിയൊന്നും ഇല്ലേ? അപ്പൊ നമ്മളെല്ലാരും ഇവിടെ അങ്ങനെയല്ലേ ചോദിക്കണേ, ചേച്ചി പാടി. അവന് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ ചെന്ന് അളിയനേതാ ഇങ്ങനെ ഇത്രയില്ലായിരുന്നു, ഇങ്ങനെ ഒന്ന് തട്ടിയപ്പോൾ തന്നെ എന്തിനാണ് എന്റെ അടുത്ത് ചൂടായത്? ഒന്ന്, ചേച്ചി പഞ്ചാര കൂട്ടി ചായ കൊണ്ടുപോയി കൊടുത്തതിന് എന്തിനാണ് ചേച്ചി എടുത്ത് ചൂടായത്? പഞ്ചാര കൂട്ടി ചായ ഞാൻ കൊടുത്തില്ല, ആവശ്യത്തിനുള്ള പഞ്ചാര മാത്രമേ ഏറ്റുള്ളൂ. ആ പോട്ട്, അങ്ങനെ ചായ കൊടുത്തിട്ട് എന്തിനു ചൂടായി? പോരത്തന ഗ്ലാസ് എറിഞ്ഞുടച്ച്. പിന്നെ പാറുവിന്റെ അടുത്ത് ഇപ്പൊ ചൂടായെന്ന് പറയണ്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ അളിയൻ എന്തോ ഒരു പ്രശ്നം ഇല്ലേ? കേശുവേട്ടാ, ഓ, നമ്മളറിയാതെ അളിയന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്തോ? കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. നമ്മളൊന്നും ചെയ്തില്ലല്ലോ. ഇതൊന്നുമല്ല, വേറെ എന്തോ കാര്യമാണ്. சரி நம்மளுக்கு சாப்பிட வேண்டாமா? ആന്റി ഈ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെയാണ്? இல்லடா, நம்ம சாப்பிடும் போது நம்ம சித்துவும் கூப்பிட வேண்டாமா? അങ്ങനെ சரி, யாரு கூப்பிடுவாங்க? ചേച്ചി കൂപ്പിടും. ആ ചേച്ചി കുറെ കൂപ്പിടും. ഞാനൊന്നുമില്ല, ഞാൻ ആ വഴിക്കേ ഇല്ല. ഇവിടെ വേറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, ആരെങ്കിലും പോയി വിളിക്കും. എന്നാ പിന്നെ എപ്പോഴും വിളിക്കുമ്പോലെ കനാൻ എന്നെ കൂപ്പിടട്ടെ. நான் கூப்பிட மாட்டேன். ആന്റി ആന്റി എന്നെ വിളിച്ചാ മതി, അളിയൊന്നും പറയൂല. ആന്റി ഇതിനോടും ദേഷ്യപ്പെട്ടൊന്നുമില്ലല്ലോ. இது வரைக்கும் தேசியம் எல்லாம் படல. உங்களை எல்லாரும் திட்டினால, அதனால நானும் போக மாட்டேன். എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, അമ്മൂമ്മ പോയി വിളിക്കും. എനിക്കെങ്ങും വയ്യ. കൊച്ചുമോടെ ഭർത്താവിന്റെ വഴക്ക് കേട്ടുന്നേ കുടുംബശ്രീയിലെ സവിത എങ്ങാനും അറിഞ്ഞാലേ പിന്നെ അത് മതി, ലോകം മൊത്തം അവള് പാടിക്കൊണ്ട് നടക്കും. അതങ്ങനെ അമ്മൂമ്മ, ഇവിടെ നടക്കുന്ന കാര്യം കുടുംബത്തിലെ സവിത അറിയണമെന്ന് ആരും പോയി പറയാൻ പോണ്? അതൊന്നും പറയാൻ പറ്റത്തില്ല. ഭിത്തിക്ക് പോലും കാതുകളുള്ള കാലമാ. ഇനിയിപ്പോ അധികം ആലോചിക്കാനൊന്നുമില്ല. ആന്റിനെ പോയി വിളി. என்னடா இது? நான் எல்லாம் போக மாட்டேன்டா, எனக்கு திட்டு கிடைக்கும். തിട്ടൊന്നും കിടക്കൂലെന്ന്. പ്രത്യേകിച്ച് ആന്റിയുടെ മുഖം കണ്ട ആർക്കെങ്കിലും തിട്ടാൻ തോന്നുവോ? പ്രത്യേകിച്ച് അളിയനാണെങ്കിൽ ആന്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടവും ഒരു ബഹുമാനവും ഒക്കെയാണ്. ആന്റി എന്ന് വിളിച്ച അളിയൊന്നും പറയൂല. അഥവാ ഇനിയിപ്പോ സിദ്ധു എന്തെങ്കിലും പറയുവാണെങ്കിൽ ആന്റി ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ കളഞ്ഞാ മതി. അതെ, അങ്ങനെ കളയണമെങ്കിൽ അങ്ങനെ കളയാം. டேய், உங்கள்ட்ட எல்லாம் நான் என்ன துரோகம் தாண்டா செய்தேன்? பாரு செல்லம்ல, நீ போய் கூப்பிடுமா. ഞാനൊന്നും പോത്തില്ല. ഞങ്ങക്ക് 3 പേർക്ക് നല്ല വഴക്ക് കേട്ടതാ. ആന്റി ഒരു സിമ്പിൾ പരിപാടി ഉണ്ട്. ആന്റി നേരെ അളിയനെ ഫുഡ് കഴിക്കാൻ വിളിക്ക. വിളി. അപ്പൊ അളിയൻ വന്നാ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളുമായിട്ട് മാത്രം എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാവും. അഥവാ അളിയൻ വരാതെ ആന്റിയെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അളിയൻ എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പിക്കും. டேய், நீ என்ன சொன்னாலும் சரி, நான் போய் கூப்பிட மாட்டேன். ആന്റി ആന്റി എന്തിനാണ് ചുമ്മാ അങ്ങനെ പേടിച്ചുറപ്പിക്കണേ? ആന്റി എന്ന് പറഞ്ഞ ആരാ? മധുരക്കാരിയല്ലേ, വീരക്കാരി. അപ്പൊ ആന്റി പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ആന്റിയുടെ അത്രയും ധൈര്യം ഈ വീട്ടിലുള്ള ആർക്കുണ്ട്? 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 அப்படியே நீங்க எல்லாரும் சொல்றீங்க? ആമാ. அப்படின்னா நான் போகலாம்ல? திட்டு கிடைக்குமா? ചെല്ല ആന്റി, വീരക്കാരി ധൈര്യക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് തിട്ട് കിടക്കുമാന്ന്. அப்படின்னா நான் போவேன். കാവടി അടിയാണ് പോണം. ആ പോയി നോക്കാം. சித்து, ആന്റി சித்து சாப்பாடு எடுத்து வச்சிருக்கேன், சாப்பிட வரியா?
ഞാൻ പിന്നെ കഴിച്ചോളാം. സിധു നല്ല മീൻ കുഴമ്പ് ഇருக்கு. എനിക്കിപ്പോ വിശക്കുന്നില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. സിധു உனக்கு பிடிச்ச நல்ல மீன் பொரிச்சதும் இருக்கு. ആന്റി എനിക്ക് വിശക്കാനിട്ടാ, ഞാൻ വിശക്കുമ്പോ കഴിച്ചോളാം കേട്ടോ. சிது உனக்கு மீன் பிடிக்கலைன்னா பரவாயில்ல, நல்ல சாம்பாரு அவியல் തോരൻ எல்லாமே இருக்குப்பா. വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല നിങ്ങക്ക്? എത്ര തവണ ഞാൻ പറയണം വേണ്ടാന്ന്? ഒരു കാര്യം വേണ്ടാന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് ഇല്ലേ? പിടിച്ച് പൊക്കെന്റെ അമ്മൂമ്മ, അല്ലെങ്കിൽ അമ്മൂമ്മ. അമ്മൂമ്മ എന്നെ കൊല്ല വേണ്ട, എന്നെ കൊല്ല വേണ്ട. சித்து போயிட்டானா? நான் அப்பவே சொன்னேன்ல உங்கள்ட்ட எல்லாம், நான் போக மாட்டேன்னு. நீங்க தானே என்ன போக வச்சீங்க. കനകാന്റി സിദ്ധോളയും ദേഷ്യപ്പെടുന്നതിന് മുമ്പേ കനകാന്റി ബോധം കിട്ടി വീണ്. என்னோட பாரு எனக்கு சித்துவ பார்த்தப்பഴേ எனக்கு ரொம்ப பயமா இருந்தது. വലിയ ഡയലോഗ് ആയിരുന്നല്ലോ. ശരിയാക്കി തരാം, ശരിയാക്കി തരാന്ന്. എന്നിട്ടിപ്പോ എന്തായി? നമ്മള് പറഞ്ഞല്ലേ വാ വാ വാന്ന്. என் மூளைக்கு கேக்கலடா. ചാച്ചി എന്തിനാ ചേച്ചി മിണ്ടായിരിക്കണേ? ഞാൻ എന്ത് കാരണം പറയാനാ? നീ എന്തിനാ ഈ ഒരുപാട് തവണ വിളിച്ച? ഒരു തവണ വിളിച്ചാ പോരായിരുന്നു? വിളിച്ച് വിളിച്ച് വെറുപ്പിച്ചു. அம்மா நான் முதல்ல சித்துவ கூப்பிட்டப்போ அவ ரொம்ப அமைதியா பாசமா தான் என்கிட்ட சொன்னா. அப்ப எனக்கு கான்ஃபிடன்ஸ் ஏறிச்சு. ചേച്ചി നമുക്ക് അളിയനെ പൂട്ടണം. അളിയനെ പൂട്ടാനാ? അല്ല എന്തായാലും നേരെ ചോദിച്ചു കഴിഞ്ഞാ അളിയൻ നമ്മുടെ അടുത്ത് കാര്യം പറയാൻ പോണില്ല, ഈ കിടന്ന് ദേഷ്യപ്പെടാനേ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഒരു പരിപാടി എന്റെ കയ്യിലുണ്ട്. വേണോ ഈ പരിപാടി? കാര്യം ഞാൻ പറഞ്ഞേക്കാം, വായമിച്ചിട്ട് മിണ്ടായിരുന്നോണം കേട്ടല്ലേ, ഞാൻ നോക്കിക്കോളാം. ചേട്ടാ ഈ എഗ് ബുർജിനെ നമ്മൾ എങ്ങനെ പിടിച്ചു കെട്ടും? ബുർജ് ഖലീഫ. ഖലീഫി ബുർജ് ഖലീഫ നേരെ പറയാനും അറിഞ്ഞൂടാ. ഇടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ബുർജ് ഖലീഫ ഒന്നും എന്റെ അളിയനെ വിളിക്കില്ലേ, അതാ ഷിബു അളിയനെ വിളിക്കണേ കേട്ടല്ലേ. അജാന ബാഹു. ജയലബാബു. ബാഹു അജാന ബാഹു. പറഞ്ഞു പറഞ്ഞ എങ്ങോട്ടേ പോണേ? എല്ലാവരുടെയും 6 അടി പോക്കോ 2 പോത്തിന്റെ തൂക്കമുള്ള അളിയനെ ഞാൻ എന്തിനു വിളിക്കേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തായാലും അളിയനെ പിടിച്ചു കിട്ടുക എന്നുള്ള വലിയൊരു ചടങ്ങാണ്. ചത്തു സ്വന്തം കയ്യാണ്. അത് ശരിയാ, അവൻ കൈമടക്കി ഒന്ന് തന്ന നമ്മളെല്ലാരും മൂലക്ക് അടക്കും. അത് ചേച്ചി പറഞ്ഞ ശരിയാ. ചുമ്മാ ആശില്ലാതെ പറഞ്ഞു ബാക്കിയുള്ള പേടിപ്പിക്കാൻ നിൽക്കല്ലേ. പിന്നെ പേടിപ്പിക്കാൻ നിന്നാലും നമ്മള് പേടിക്കൂല, അത് വേറെ. ചേട്ടാ നമുക്ക് ആ സിനിമയെ കണ്ടോലെ വല ഇട്ട് പിടിച്ചാലോ? നീ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്റെ ഭർത്താവിനെയാണ്. അല്ല പക്ഷെ ഇപ്പം അളിയൻ ചേച്ചിയുടെ ഭർത്താവ് മാത്രമല്ല, മതവളയെ നിൽക്കുന്ന ഒരു കൊമ്പനാണ്. അളിയനെ തളച്ചേ പറ്റുള്ളൂ. ചേച്ചി ഒരു കാര്യം ചെയ്യാം, ചേച്ചി അളിയനടുത്ത് സംസാരിച്ചോണ്ട് നിൽക്കുക. ഞാനാ? അല്ല പിന്നല്ല, ഞാനാ. അളിയനെ വിളിക്കുക, സംസാരിച്ചോണ്ടിരിക്കുക. ആ സമയം ഞങ്ങൾ പുറകെ കൂടെ വന്ന് കയറിട്ട് ഒരു പിടി. ഞങ്ങളാ? ഓ ഞാൻ നീ ഞാനൊന്നുമില്ല. ശരി, ഞാൻ കയറിട്ട് പിടിച്ചോളാം, ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി കേട്ടല്ലേ. അങ്ങോട്ട് പോവാ, വിളിക്കുക, ഇങ്ങോട്ട് തിരിച്ചു നിർത്തുക.
സംസാരിച്ചോണ്ട് നിക്കുക. സംസാരിൽ ചന്ദ്രികയോ സിദ്ധു സിദ്ധു സിദ്ധുവേ എന്തുവാ? ഒന്ന് ഇങ്ങോട്ട് വരൂ. എപ്പോഴും ഈ സിദ്ധു 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 എന്തോന്ന് എത്ര വിളിച്ചോണ്ടിരിക്കുന്നേ? അത് നീ വിളി കേൾക്കാത്തോണ്ടല്ലേ പിന്നെ ഞാൻ വിളിച്ചേ. എന്ന് പറഞ്ഞ ഇങ്ങനെ നടന്നു വിളിക്കുന്നേ? ഇനി ഇങ്ങനെ വിളിക്കില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്തോന്ന്? നീ എന്തിനാ പാവം പിടിച്ച കരയാനിയെ തല്ലിയേ? തല്ലിന്നോ? ആ. ആര് തല്ലിന്ന്? നീ തല്ലാതെ പിന്നെ ആന്റിയുടെ ബോധം എങ്ങനെ പോവും? ബോധം പോയെന്നോ? ഇതൊക്കെ എപ്പോ? ആന്റി പറഞ്ഞല്ലോ നീ ആന്റിയുടെ തല്ലിന്ന്. ചുമ്മാ അനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ അനാവശ്യം പറഞ്ഞൊന്നുമല്ല. ആന്റി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാത്ത കാര്യം ചുമ്മാ പറഞ്ഞോണ്ട് വരരുത് കേട്ടോ. കേശോടെ കയറട്ടോ. കയറിൽ കുറച്ച് കുരിയും കിടക്കണം, ഊരി തരൂ. കുരുങ്ങി കിടക്കണ? അത് ശരി, അത് ശരി. അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞോണ്ട് എന്നെ കെട്ടിടാനുള്ള പരിപാടിയായിരുന്നല്ലേ? അല്ല, என்னம்மா பாத்துட்டு இருக்கீங்க? ആശുപത്രി പോയവരെ കാണുന്നില്ലല്ലോ. എത്ര നേരമായി പോയിട്ട്? അമ്മുമ്മ, മല പോലെ നിന്ന മനുഷ്യനാ ദേ കിടക്കുന്നു, വെട്ടിയിട്ട് വാഴ്ത്തണ്ട് പോലെ. ഇന്നലെ കണ്ട സിനിമയിലെ ഡയലോഗാ. എന്തായി മക്കളെ? ആശുപത്രി പോയി ഡോക്ടർ എന്താ പറഞ്ഞു? BP കൂടിയതാ. പിന്നെ തൽക്കാലത്തേക്കുള്ള മരുന്നും തന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെ കൂടി സോറി. സോറി ഞങ്ങൾ പിന്നെ മേടിച്ചോളാം. കാരണം എന്തുവാന്ന് പറ. അത് തന്നെ, BP കൂടാനുള്ള കാരണം എന്തുവാ? ഉമ്മ, ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ 2 ഓയിൽ പ്ലാന്റ് പൊട്ടിത്തെറിച്ചു. അതിനോ അമ്മ കമ്പനി മൊത്തത്തില് സാമ്പത്തികമായിട്ട് ഇടിയും. മാത്രമല്ല എന്നെ പോലുള്ള എംപ്ലോയീസിന്റെ ഒക്കെ ജോലി പോകാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാവണം BP ഷൂട്ട് ഔട്ട് ആയത്. മനഃപൂർവ്വം അല്ല. ഐ എം റിയലി സോറി. കാരണം എന്റെ ബോധം പോയല്ലേ. സോറിടാ. പാവാണ്. ഞാൻ വിചാരിച്ച ആളിന് നമ്മളതൊക്കെ ഭയങ്കര ദേഷ്യം. അപ്പൊ ചെറിയൊരു BP മതിയല്ലേ ഒരു മനുഷ്യൻ വീഴാൻ.